ഇപ്പോൾ മേരാ നാം മുഹമ്മദ് ദീപക് എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ലോഗൻ അത് സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് അത്. ഇപ്പോൾ അത് വെച്ചിട്ട് നോർത്തിൽ തന്നെ ഇഷ്ടംപോലെ റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. നോർത്തേൺ സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഡോക്യുമെൻ്ററി ഷൂട്ടിനൊക്കെ പോകും. നമുക്ക് നമ്മൾ ഈ പേര് വെച്ചിട്ട് പോകാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. നമ്മൾ മുഹമ്മദ് ഷാഫി എന്നാണല്ലോ എൻ്റെ പേര്. ഒരു ഔട്ട് സൈഡിലൊരു പബ്ലിക് സ്പേസിലൊരു ഫ്രെയിം വെച്ചാൽ ചുറ്റും നോക്കുകയാണ് ഇവിടെ സറൗണ്ടിങ്സിൽ ആരൊക്കെ ഉണ്ട്, പോലീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ ഉണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഫസ്റ്റ് നോക്കുക, നമ്മൾ ഐഡിയ ചോദിക്കുക. അതിൽ മുഹമ്മദ് ഷാഫി എന്നാണ് എൻ്റെ പേര്, പിന്നെ എന്താ സംഭവിക്കുക നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നോർത്തിൽ നിലവിലുണ്ട്. ഇന്ത്യ എന്ന ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ദീപകിനെ പോലെയുള്ളവരെ ആഘോഷിക്കുക എന്നുള്ളത് പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായി ന്യൂനപക്ഷങ്ങൾ നിരന്തരമായി വേട്ടയാടപ്പെടുകയാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. അത് ബീഫ് കഴിച്ചിട്ടാണെങ്കിലും ഗോരക്ഷയുടെ പേരിലാണെങ്കിലും പല രൂപത്തിൽ പല ഭാവത്തിൽ ന്യൂനപക്ഷങ്ങൾ, അത് മുസ്ലിംസ് മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അതുതന്നെ. അവർക്ക് പാസ്റ്റർമാർ ആക്രമിക്കപ്പെടുന്നു, അവർക്ക് മതപ്രബോധനേറ്റ് പോകുന്ന പല രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നു, ജയിലടക്കപ്പെടുന്നു, പല രൂപത്തിലുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്നൊരു ഇൻസിഡൻ്റാണ് ഒരു ദീപക് കുമാർ എന്നൊരു കക്ഷി രക്ഷകനായിട്ട് വന്ന ഒരു സംഗതി. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. മുഖ്യധാര മാധ്യമങ്ങളിൽ അത് മുഖ്യധാര പ്രതിപക്ഷ അടക്കമുള്ള ആളുകളൊക്കെ അത് ഏറ്റെടുത്തു. അപ്പോൾ അത് ദീപക് കുമാറിനെ ദീപക് മുഹമ്മദ് എന്ന പേരിലാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു ദീപക് മുഹമ്മദ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലും ദീപക് മുഹമ്മദ്മാർ ഇനി ഒരുപാട് ഉണ്ടാവേണ്ടി വരുമോ ഈ കമ്മ്യൂണിറ്റിയെ രക്ഷിച്ചെടുക്കാൻ? ദീപക് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് അദ്ദേഹം പേര് ചോദിച്ചപ്പോൾ ഒരു പ്രതിരോധം എന്നുള്ള നിലക്ക് ദീപക് മുഹമ്മദ് എന്ന് പറഞ്ഞതാണ്. സത്യത്തിൽ ഈ അക്രമം ചർച്ച ചെയ്യപ്പെടാൻ ഒരുപാട് സവിശേഷമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ ഷാഫി പറഞ്ഞതുപോലെ ഇന്ത്യയിൽ കുറേ കാലമായിട്ട് 2014 ശേഷം പ്രത്യേകിച്ചും ഭീകരമായ രീതിയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ അധസ്ഥിത വിഭാഗങ്ങളും ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ ആക്രമണങ്ങൾക്കൊക്കെ സംഘപരിവാർ സംഘടനകളാണ് നേതൃത്വം കൊടുക്കുന്നത്. എസ്പെഷ്യലി അതിനകത്തുള്ളത് ബജ്റംഗ് ദളാണ്. ബജ്റംഗ് ദൾ വ്യാപകമായിട്ട് ആയുധ വിതരണം നടത്തുന്നു, തൃശൂല ദീക്ഷ നടത്തുന്നു, ആയുധങ്ങളുമായിട്ട് പ്രകടനം നടത്തുന്നു. ഇങ്ങനെ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ്. പല നിലപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ കണ്ടു, ഭീകരമായിട്ട് ഇവിടുത്തെ ക്രിസ്തീയ ന്യൂനപക്ഷം വേട്ടയാടപ്പെട്ടു. റോഡ് സൈഡിൽ ഇതൊന്നും കരോളിൻ്റെ ഉപകരണങ്ങളും വസ്തുക്കളൊന്നും വിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അവിടെയാണ് ഇവിടെ പിന്നെ കേരളത്തിൽ കേക്ക് കൊടുക്കും. അതെ, അത് വേറെ. അതായത് അത് കേരളത്തിൽ അങ്ങനെയാണ്, അങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ കോട്ട്ദാറിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് വക്കീൽ മുഹമ്മദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഒരു ഡ്രസ്സ് കട അവിടെ ഉണ്ട്. ഇപ്പോൾ ബാബ എന്നാണ് പേര്. ഇപ്പോൾ ബാബ എന്ന പേരിലൊരു തുണിക്കട അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് ഇവരെ അസ്വസ്ഥമാക്കുന്നത് എന്താണ്? അവിടെയാണ് പേരിലെ ഒരു പൊളിറ്റിക്സ് കിടക്കുന്നത്. അതായത് മുസ്ലിം പേരും പാടില്ല, ഹിന്ദു പേരും പാടില്ല. ഒരു പേരിലും അവിടെ മുസ്ലിം വ്യാപാരികൾ കച്ചവടം നടത്താൻ പാടില്ല. ഇപ്പോൾ ബാബ എന്ന് പറഞ്ഞാൽ ഹനുമാൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പേരാണ്. ആ പേരിൽ അവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്. ഒരുപാട് ആളുകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പേര് എന്നുള്ള നിലക്ക് അതിനെ സ്വീകരിച്ചിട്ട് കടകൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ കട നടത്തുന്നത് ഒരു മുസ്ലിമാണ്. അപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ളൊരു മുസ്ലിം അദ്ദേഹം ആ കട നടത്തുന്നു എന്നുള്ളതാണ് ബജ്റംഗ് ദളിൻ്റെ പ്രശ്നം. പലതവണ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ റിപ്പബ്ലിക് ദിനത്തിലാണ് ഈ അക്രമം ഉണ്ടായത്. അപ്പോൾ റിപ്പബ്ലിക് ദിനം എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഭരണഘടന നിലവിൽ വന്ന അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം തന്നെ ആ ഒരു തത്വത്തെ, ആ ഒരു വാല്യൂവിനെ, ആ മൂല്യത്തെ മുഴുവൻ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു അക്രമം നടത്തുക. അവിടെയാണ് അവിടെയാണ് ദീപക് കുമാർ വരുന്നു. ദീപക് മാത്രമല്ല, അവിടെ വിജയ് റാവത്ത് എന്ന് പറയുന്ന ഒരു ആൾ കൂടെ ഉണ്ട്. ഇവർ രണ്ടുപേരും അവിടെ ഈ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സംഘപരിവാറിൻ്റെ അക്രമം അല്ലെങ്കിൽ ബജ്റംഗ് ദളിൻ്റെ അക്രമം ഒരുപാട് സ്ഥലത്ത് നടന്നു. അതിനൊക്കെ കിട്ടിയ വാർത്താ പ്രാധാന്യത്തേക്കാൾ കൂടുതൽ ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടാൻ കാരണം
യങ് ജനറേഷനിൽപ്പെട്ട 2 ചെറുപ്പക്കാർ ഇത് തടയാൻ വേണ്ടി രംഗത്ത് വന്നു എന്നുള്ളതാണ്. അവർ മുസ്ലിങ്ങളായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ അക്രമം തടയാൻ വേണ്ടി ഹിന്ദുവായിട്ടുള്ളൊരു യുവാവ് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടാനുള്ള കാരണം. അപ്പോൾ ആ ചെറുപ്പക്കാർ രാജ്യത്തെ മതനിരപേക്ഷതയുടെ പ്രതീകങ്ങളായി മാറുന്നു. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പ്രതിപക്ഷ നേതാവ് തന്നെ എന്ത് ചെയ്യുന്നു, ഇത് ഇന്ത്യയുടെ സന്ദേശം, ഇന്ത്യ ലോകത്തിന് മുന്നിൽ വെക്കുന്ന മെസ്സേജ് ഇതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ ചെറുപ്പക്കാരന് തന്നെ ധാരാളം ഫോളോവേഴ്സിനെ കിട്ടുന്നു. അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഇപ്പോൾ 1 മില്യൺ ഫോളോവേഴ്സായി. അപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് എന്താണ്? ഈ അക്രമങ്ങളല്ല, ഈ വംശീയതയല്ല, ഈ വിദ്വേഷമല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇതിനെതിരായിട്ടുള്ള മതസാഹോദര്യത്തിൻ്റേതാണ്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് ദീപക് കുമാർ എന്ന് പറയുന്നത്. മേരാ നാം മുഹമ്മദ് ദീപക്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ പല കടകൾക്കും ബാബയുടെ പേരുണ്ട്. അതായത് സിദ്ധബലി ബാബ ഹനുമാൻ ക്ഷേത്രം, ആ സിദ്ധബലി ബാബയുടെ പേരിൽ പല കടകളും പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇയാൾക്ക് മാത്രം ആ പേരിൽ പ്രവർത്തിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ അക്രമം തടയുന്നത്. അപ്പോൾ മേരാ നാം മുഹമ്മദ് ദീപക് എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ലോഗൻ, അത് സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് അത്. ഇപ്പോൾ അത് വെച്ചിട്ട് നോർത്തിൽ തന്നെ അവർ ഇഷ്ടംപോലെ റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഇവർ സംഘപരിവാരത്തെയും ആക്രമിക്കാൻ വരുന്നു, അതിൽ ആളുകൾ വിളിക്കുന്നു, പുള്ളിയെ വിളിക്കുന്ന പോലെ, അപ്പോൾ ആളുകൾ സ്ഥലം വിടുന്നു, അങ്ങനെ ട്രെൻഡിങ് ആണ് ഇപ്പോൾ. അത് ഈ പുതിയ സമൂഹം, ഇപ്പോൾ അവരുടെ ഇടയിലുള്ള പുതിയ സമൂഹം ഇതിനെക്കുറിച്ച് അവെയറായി തുടങ്ങുകയാണ്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസും നിയമവ്യവസ്ഥയും എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ദീപക്കിനെ ആക്രമിക്കാനാണ് പിന്നീട് ശ്രമങ്ങൾ നടന്നത്. അതായത് ദീപക് ഒരു ജിമ്മ് നടത്തുന്ന ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് ഈ കട നിൽക്കുന്ന തൊട്ടടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ വന്നിട്ട് ഈ ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ ഭീകരമായി കൊലവിളി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് വളയാണ്, എന്നിട്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കട അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല, ഈ അക്രമികൾക്കെതിരെ കേസ് FIR ഇട്ടിട്ടില്ല. അതായത് FIR ഉണ്ട്, പക്ഷേ അതിൽ അജ്ഞാതരായ അക്രമികൾ എന്നാണ്. പക്ഷേ ഈ അക്രമം തടഞ്ഞ ദീപക്കിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? കേസെടുത്തിട്ടുണ്ട്. അതായത് കലാപാഹ്വാനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു നീതികേടിൻ്റെ വിഷയം കൂടി ഇവിടെയുണ്ട്. അതായത് അക്രമികൾക്കെതിരെ നിലപാടെടുക്കേണ്ട നീതിന്യായ വ്യവസ്ഥ അക്രമിയുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അക്രമികളുടെ കൂടെ നിൽക്കുകയും അക്രമം തടഞ്ഞവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തം. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പും ബജ്രംഗ് ദളിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ അക്രമങ്ങളിൽ പ്രതികളെ ആയവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇരകൾക്കെതിരെ കേസെടുക്കുന്ന സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ കൗശിക് രാജ് ദി വയർ എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൽ എഴുതിയ ഒരു ലേഖനം വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിൻ്റെ ഇൻസിഡൻറ്റുകൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സ്റ്റാറ്റസ്? അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വിദ്വേഷ പ്രചാരകരെ സംരക്ഷിക്കുന്ന ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ എന്നും, മറിച്ച് പുതിയ തലമുറ വളരെ ശക്തമായിട്ട് ഈ പറയപ്പെടുന്ന മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കുന്ന കുട്ടികളാണ് എന്നുമുള്ളൊരു മെസ്സേജ് ഈ സംഭവം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് സൈൻ. കൗശിക് രാജ് പറയുന്നത് ഈ മുഹമ്മദ് നീ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ അക്രമികൾ വീട് വളയുന്നത്. അപ്പോൾ ദീപക്കിനെ ഹിന്ദുവായിട്ട് അവരിപ്പോൾ പരിഗണിച്ചിരിക്കുന്നില്ല, മുസ്ലിമിൻ്റെ കൂടെ നിന്നുകൊണ്ട് മുഹമ്മദ് ദീപക്കാണ് ഞാൻ എന്ന് പറയുന്നത്. ഐ ആം ആൻ ഇന്ത്യൻ എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്, ഞാൻ മുഹമ്മദ് ദീപക്കാണെന്ന് പറയും. അപ്പം മുഹമ്മദ് എന്ന പേര് ഇവർ എടുക്കുകയാണ്. എന്നിട്ട് മുസ്ലിമിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ബജ്രംഗ് ദളിൻ്റെ ആളുകൾ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ മുഹമ്മദെ പുറത്ത് വാ എന്ന് പറഞ്ഞിട്ടാണ് വീട് വളഞ്ഞ് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൗശിക് രാജ് പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കാൻ ഈ ഇൻസിഡൻറ്റിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. അതായത് ഈ രാജ്യം ഈ ഹിന്ദുത്വ ശക്തികൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു രാജ്യമല്ല എന്നും, മറിച്ച്
ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ പുതിയ തലമുറ എന്നും വളരെ കൃത്യമായിട്ടൊരു മെസ്സേജ് ദീപക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഇൻസിഡൻറ്റിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള വശം. അല്ല, ഇതിൻ്റെ മറ്റൊരു ബിസിനസ് ആംഗിളിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബീഫൊക്കെ കയറ്റുമതി ചെയ്യുന്ന അവരുടെ ബിസിനസ്സിനൊക്കെ ഇടുന്ന പേര് ഒരു മുസ്ലിം പേരുകളായിരിക്കും, ഒരു ഇസ്ലാമിക് ടച്ചുള്ള പേരുകളൊക്കെ ഇട്ടിട്ട് അവർ ബീഫൊക്കെ കയറ്റുമതി ചെയ്യും. അതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഗ്രൂപ്പുകളിലൊക്കെയാണ്. അപ്പോൾ അതൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് ഇങ്ങനെ ഈ പാവപ്പെട്ട അധസ്ഥിത വിഭാഗങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ലാസ്റ്റായിട്ട് നോർത്തിലെ പല നോർത്തേൺ സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഡോക്യുമെൻ്ററി ഷൂട്ടിനൊക്കെ പോകും. നമുക്ക് നമ്മൾ ഈ പേര് വെച്ചിട്ട് പോകാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. നമ്മൾ മുഹമ്മദ് ഷാഫി എന്നാണല്ലോ എൻ്റെ പേര്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പേടിയാണ്. നമ്മൾ എപ്പോഴും ഒരു ആശങ്ക മനസ്സിലുണ്ടാവും. ഒരു പബ്ലിക് സ്പേസിലോട്ട് നമ്മൾ ഇറങ്ങിയാൽ, നമുക്ക് പണ്ട് കാപ്പൻ പോയ അനുഭവമൊക്കെ നമുക്കറിയാം UP-യിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളൊരു ഷൂട്ടിനൊക്കെ ഇറങ്ങുന്നത്. പുറത്തേക്ക് ഒരു ഔട്ട് സൈഡിലൊരു പബ്ലിക് സ്പേസിലൊരു ഫ്രെയിം വെച്ചാൽ ചുറ്റും നോക്കുകയാണ് ഇവിടെ സറൗണ്ടിങ്സിൽ ആരൊക്കെ ഉണ്ട്, പോലീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ ഉണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഫസ്റ്റ് നോക്കുക, നമ്മൾ ഐഡിയ ചോദിക്കുക. അതിൽ മുഹമ്മദ് ഷാഫി എന്നാണ് എൻ്റെ പേര്, പിന്നെ എന്താ സംഭവിക്കുക നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നോർത്തിൽ നിലവിലുണ്ട്. അതിനെന്തായാലും മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഇത്തരം സംഭവങ്ങളെ ആഘോഷിക്കുക എന്നുള്ളത് കൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന ആശയത്തെയാണ് ദീപക് പ്രതിനിധീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ എന്ന ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ദീപകിനെ പോലെയുള്ളവരെ ആഘോഷിക്കുക എന്നുള്ളത് പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഓക്കെ, താങ്ക് യു.